ദുലീപ് ട്രോഫിയിൽ പകരക്കാരനായി ഇന്ത്യൻ ഡി ടീമിലേക്ക് വന്ന മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസനെ വൈകാതെ ക്യാപ്റ്റൻസിയും ലഭിച്ചേക്കും. നിലവിൽ മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യരാണ് ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ടൂർണമെന്റിലെ അവസാന മത്സരത്തിൽ സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കുമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദുലീപ് ട്രോഫിയിലെ അടുത്ത റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഈ മാസം 12 മുതലാണ്. ശുഭ്മാൻ ഇന്ത്യ എ ടീമാണ് അടുത്ത കളിയിൽ ഇന്ത്യ ഡി ടീമിന്റെ എതിരാളികൾ. ഈ മത്സരത്തിലും ശ്രേയസ് അയ്യർ തന്നെ നായകസ്ഥാനത്ത് തുടരാനാണ് സാധ്യത. എന്നാൽ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ആരംഭിക്കുന്നത് ഈ മാസം 19 മുതലാണ്. അഭിമന്യു ഈശ്വരൻ നയിക്കുന്ന ഇന്ത്യ ബി ടീമുമായിട്ടാണ് ഡി ടീമിന്റെ അവസാന അംഗം. ഈ മത്സരത്തിൽ ടീമിനെ നയിക്കാൻ ശ്രേയസ് അയ്യർ ഉണ്ടാകില്ല. കാരണം 19 മുതലാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് ചെന്നൈയിൽ തുടക്കമാകുന്നത്. ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ശ്രേയസ് തീർച്ചയായും ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. ടെസ്റ്റ് ടീമിലേക്ക് ശ്രേയസ് പോയ ദുലീപ് ട്രോഫിയിൽ ഡി ടീമിന് പുതിയൊരു ക്യാപ്റ്റനെ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഈ റോളിലേക്ക് സഞ്ജു സാംസണാവും നറുക്ക് വീഴുക. കാരണം ശ്രേയസ് അയ്യർ കഴിഞ്ഞാൽ നായക നിലയിൽ ടീമിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള താരം സഞ്ജുവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനാവും പ്രഥമ പരിഗണന ലഭിച്ചേക്കുക. ആഭ്യന്തര വിക്കറ്റിൽ കേരള ടീമിന്റെ ക്യാപ്റ്റനാണ് സഞ്ജു. രഞ്ജി ട്രോഫി ടീമിനെ നയിക്കുന്നതിനാൽ ഈ അനുഭവ സമ്പത്ത് ദുലീപ് ട്രോഫിയിലും അദ്ദേഹത്തെ സഹായിക്കും. മാത്രമല്ല IPL 2021 മുതൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നതും സഞ്ജുവാണ്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.